ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പാട്ടൊന്നല്ല കാണാറുണ്ട്. ഇന്ന് രാധുവിൻ്റെ ഒരു പിറന്നാളാണ്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ പ്രായത്തിൽ പിറന്നാളാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫങ്ഷൻസിലേക്കും കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചോറുണ്ട്, എലിശ്ശേരി, വറുത്തരിശ്ശേരി, അവിയല്, ഇസ്റ്റു, സാമ്പാർ, ഇഞ്ചിത്തൈര്, പപ്പടം, പായസം, വെള്ളം. ഇതൊക്കെയാണ് വിഭവങ്ങള്. അപ്പൊ ഞങ്ങള് ഈ ഫ്ലാറ്റില് താമസിക്കുന്ന കാരണം ഇത്രയൊക്കെ തന്നെ പറ്റുള്ളൂ. എലി ഇതൊന്നും ഇല്ലേ കാട്ടില്. അപ്പൊ എല്ലാവർക്കും മൂന്നാളും, ഞാനും എന്റെ മോനും മോളും. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഇനി നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതി വിളക്ക് കത്തിച്ച് വെച്ച് നാക്കിലിട്ടിട്ട് വിളക്കത്തൊക്കെ വിളമ്പിയിട്ടാണല്ലോ ഭക്ഷണം കഴിക്കുക. പക്ഷെ ഇവിടെ അപ്പം അതിനൊന്നുള്ള ഒരു ഇതില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ ഇതേ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇതുണ്ടോ, എല്ലാം വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇലയൊന്നും കിട്ടാത്ത കാരണം കൊണ്ട് പ്ലേറ്റിൽ തന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പിറന്നാൾ സദ്യ കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ കുറേ ഇൻട്രൊഡക്ഷൻ കൊടുക്കാതിരുന്നത് അരുണേട്ടൻ വന്നപ്പോൾ കുറേ ലേറ്റായി, കുറച്ചധികം ലേറ്റായി പോയി. ഓഫീസിൽ നിന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് വന്നതായിരുന്നു. അപ്പോൾ 2 മണി കഴിഞ്ഞു വന്നപ്പോൾ തന്നെ. അപ്പം ഇങ്ങനെ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ എല്ലാം ക്ലീൻ ആക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എല്ലാവരെയും. എൻ്റെ പേര് രാധിക, എൻ്റെ ഹസ്ബൻഡാണിത്. ഇത് അമ്മ ജ്യോതി. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്. ഇവര് തൃശ്ശൂര് മുക്കാട്ടുകരയാണ് വീട്. മണ്ണുത്തി മുക്കാട്ടുകര. എൻ്റെ വീട് ആറ്റൂരാണ്. ചിലപ്പോൾ അറിയില്ലായിരിക്കും, അറിയില്ല. ചേലക്കര ഭാഗം. ഞങ്ങളിപ്പോ അഹമ്മദാബാദിലാണ്, ഗുജറാത്തില്. ഞാനിവിടെ വർക്ക് ചെയ്യണത്. ഞങ്ങളുടെ കല്യാണം ജനുവരിയിലാണ് കഴിഞ്ഞത്. എന്നിട്ട് ഞങ്ങളിപ്പോൾ കല്യാണത്തിന് ശേഷമാണ് ഇവിടെ ഇപ്പോൾ ഒരു വാടക ഫ്ലാറ്റ് എടുത്തിട്ട് ഇവിടെയാണ് താമസം. ഞങ്ങൾ ലോക്ക്ഡൗണിന് ശേഷം ഇങ്ങനെ ഇരിക്കുന്നു. ലോക്ക്ഡൗണിൽ പെട്ടിരിക്കണു. എന്താ പറയാ, ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതിനു ശേഷമാണ് ഫെബ്രുവരിയിൽ ഇങ്ങോട്ട് വന്നു. മാർച്ച് ആകുമ്പോഴത്തേനും ഇവിടെ എല്ലായിടത്തും ലോക്ക്ഡൗൺ ആയി. പിന്നീട് എന്താ പറയാ, ഇങ്ങനെ തന്നെയായിരുന്നു. ഫുള്ള് ഈ റൂമുകളുടെ ഉള്ളിൽ തന്നെയായിരുന്നു. പിന്നെ ചേട്ടൻ ജോലിക്ക് പോകണുണ്ട്. അപ്പൊ പിറന്നാള് ആദ്യത്തെ പിറന്നാളാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ചെറിയ ചെറിയ ആഘോഷങ്ങളായിട്ട്, ആഘോഷം പറയല് ഉള്ളത് വെച്ചിട്ടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ ഇവരോടൊപ്പം. പിന്നെ ഉള്ളത് പോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ. എനിക്ക് വലിയ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് കുക്കിംഗ് മൊത്തം അമ്മ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ടെസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെന്താ വിശേഷം? ഇനിയിപ്പോ വൈകുന്നേരം അമ്പലത്തിൽ പോക്കുണ്ട്. രാത്രി ചെറിയൊരു കേക്ക് വെട്ടിങ്ങ. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി. ചെറിയൊരു പിറന്നാൾ വിശേഷം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. രാവിലെ എന്താ വെച്ച് കഴിഞ്ഞാൽ, രാവിലെയാണ് ശരിക്കും അമ്പലത്തിൽ പോകേണ്ടത്. പക്ഷെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. കാരണം ഇവിടെ അടുത്തൊന്നും ഇല്ല അമ്പലങ്ങള്. പിന്നെ ചേട്ടന് വർക്കുണ്ട് പറഞ്ഞല്ലോ, ജോലിക്ക് പോയിട്ട് ആ സമയത്ത് നമ്മൾ നേരത്തെ എണീറ്റ് ബുദ്ധിമുട്ടല്ലേ പോകാനൊക്കെ. അപ്പൊ പിന്നെ വൈകുന്നേരം പോകാന്ന് വെച്ചതാണ്. ഇവിടെ 5 കിലോമീറ്റർ അപ്പുറത്ത് ഇവിടെ കേരളത്തിലെ മലയാളി സമാജം, അഹമ്മദാബാദ് മലയാളി സമാജം നടത്തുന്ന ഒരു ക്ഷേത്രം, അയ്യപ്പന്റെ ക്ഷേത്രം ഉണ്ട്.
അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് ഒരു വട്ടം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. വന്ന ദിവസം തന്നെയല്ലേ ശിവരാത്രിയുടെ അന്നാ ഞങ്ങളിവിടെ എത്തിയത്, അങ്കാല് കുത്തിയത്. അന്ന് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നീട് എങ്ങോട്ട് പോകാൻ പറ്റിയില്ല, അമ്പലത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും ലോക്ക്ഡൌൺ ആയി തോന്നുന്നു അല്ലേ. അപ്പൊ വളരെ കുറവ് എന്താ പറയാ സബർമതി ആശ്രമം അങ്ങനെ ഇവിടുത്തെ കുറച്ച് സ്ഥലം മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കാണാനായിട്ട് എന്ന് പറയുമ്പോൾ. പിന്നെ അമ്പലങ്ങളിലൊന്നും അധികം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് വൈകുന്നേരം ഒന്ന് പോകണമെന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. ഇന്നേലും പിറന്നാളുമാണ്. പിന്നെ അമ്മ ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോ റൂമിന്റെ ഉള്ളിൽ കയറിയതാണ്. ഭൂമി കണ്ടിട്ടില്ല അറിയില്ല. അതേപോലെയാണ്. പിന്നെ ആരും പുറത്തിറങ്ങാറില്ല, ചേട്ടൻ മാത്രമേ പുറത്തു പോകാറുള്ളൂ. പിന്നെ എന്തെങ്കിലും ഇപ്പോഴാണ് ഞാൻ പിന്നെയും ചേട്ടൻ്റെ കൂടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പോകാറുണ്ട്. അമ്മ തീരെ പിന്നെ ഇറങ്ങിയിട്ടേ ഇല്ല, റിസ്ക് ആണല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇന്നൊന്ന് പോണം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെന്താ വേറെ വിശേഷം? പിന്നെ എൻ്റെ അമ്മ നന്നായിട്ട് പാട്ടൊക്കെ പാടും കേട്ടോ. ഞങ്ങൾ മാത്രമല്ല പാട്ടിൻ്റെത്. മീൻസ് ചേട്ടൻ നന്നായി പാടും, ഞാൻ പിന്നെ എൻ്റെ കൂടെ ഇങ്ങനെ ഒരു കോറസ് പോലെ പോവും. പിന്നെ അമ്മ നന്നായി പാടും, ഡാൻസ് ചെയ്യും. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇതിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ചെറുതായിട്ട് അമ്മയൊന്ന് പാടും, അമ്മ രീതിയിൽ പാട്ട് പാടും. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി അപ്പൊ ഓണക്കില്ലേ വരുന്നേ. അപ്പൊ ഓണത്തിനെ പ്രമാണിച്ച് അതെ പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിപ്പോ പറയുമ്പോഴാണ് അമ്മ എന്ന് വെച്ചിട്ടിരിക്കണത്. പക്ഷെ എന്നാലും കണ്ടോ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങനെ പാടിയുണ്ട്. അപ്പൊ എന്താ പറയുന്നത്, ഓണല്ലേ, അപ്പൊ ഓണത്തിനെ അനുബന്ധിച്ചിട്ടൊരു പാട്ട് പാടി, അത്രയൊക്കെ ഉള്ളൂ. അതെ, വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ അമ്പലത്തിൽ പോകണമെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ മലയാളി അമ്പലമൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കാണാം. എങ്ങനെയാന്ന് അറിയില്ല, 5:45 അല്ലേ വണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം കേട്ടോ, മീൻസ് എങ്ങനെയാന്നുള്ളതൊക്കെ കാണാം. അപ്പൊ ഇത് ഇപ്പൊ ഇറങ്ങാണ്, എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് യാത്രയാവണം. മാസ്ക് ഒക്കെ ഇട്ട് എല്ലാ സേഫ്റ്റി നോക്കിയിട്ടാണ് പോണത്. അപ്പൊ ശരി കാണാം. ടോട്ടൽ ഇവിടെ 11 ബ്ലോക്കാണുള്ളത്. 11 ബ്ലോക്കിൽ സി ബ്ലോക്കിൽ 2nd ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏകദേശം എത്താറായിട്ടുണ്ട്. അവിടെ ആക്ച്വലി ഇറങ്ങാൻ തന്നെ നല്ല ലേറ്റായി. 5:45 നമ്മൾ ഇറങ്ങിയെങ്കിലും വണ്ടി വരാൻ ഒരുപാട് ലേറ്റായി. അപ്പോൾ കുറേ നേരം പോസ്റ്റായി നിൽക്കേണ്ടി വന്നു. അത് കാരണം കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. 6:30 ആയിരിക്കുന്നു വണ്ടി വരുമ്പോൾ തന്നെ. ധാരാളം കേരള ഐറ്റംസ് കിട്ടുന്ന സ്റ്റോറുകളുണ്ട്. അതേപോലെ ഒരെണ്ണമാണ് ഇവിടെ ശ്രീകൃഷ്ണ സ്റ്റോർ. നമ്മുടെ മലയാളിയായിട്ടൊരു ചേട്ടൻ നടത്തുന്ന നടത്തുന്ന സ്റ്റോറാണ്. നമ്മൾ നമ്മുടെ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് അമ്പലം. നമുക്ക് കയറാം. അമ്പലത്തിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കയറി വന്ന സ്ഥലം ഇതുണ്ടോ. ഉള്ളിലോട്ട് കിടത്താൻ പാടില്ല, വീഡിയോ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കിടത്താൻ പാടില്ല.
ഫുള്ള് മലയാളികളാണ് കേട്ടോ ഇവിടെ മൊത്തം മലയാളികളാണ്. എഴുതാനിരിക്കുന്നതൊക്കെ മലയാളികൾ തന്നെയാണ്. കണ്ടോ? ഇതാണ് സെറ്റപ്പ്. ഉള്ളിലേക്ക് കിടത്താൻ പാടില്ല. അപ്പം ഞങ്ങൾ തൊഴുതിട്ട് വരാവേ. ഇവിടെ 4 പ്രതിഷ്ഠയാണുള്ളത്. ദേവി, അയ്യപ്പൻ, ഗണപതി, ശിവൻ. ഇങ്ങനെ 4 പ്രതിഷ്ഠയാണ് ഇവിടെ മെയിൻ. അയ്യപ്പനാണ് അയ്യപ്പ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ മണ്ഡലകാലം അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ വലിയ ആഘോഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞു. കൊറോണ ആയതുകൊണ്ട് ഇവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൊഴുത് കഴിഞ്ഞു. അപ്പോൾ തിരിച്ച് യാത്രയാണ്. ഇത് അഹമ്മദാബാദിലെ നറോഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അമ്പലം സ്ഥിതി ചെയ്യണത്. നമ്മുടെ മലയാളികൾ തന്നെയാണ് നടത്തുന്നതും എല്ലാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പേടിയില്ലാത്തൊരു ടീമാണ് ഇവർ. വഴി നീളം നിൽക്കണതാണ്. ഇവിടെ ജനസാഗരം പോലെ ആണ്. ഇപ്പോൾ പശുക്കളുടെ സാഗരമാണ്, ഇഷ്ടം പോലെ കാണാം. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിട്ടോ. ഇപ്പോൾ സമയം എത്രയായി പറഞ്ഞിട്ടാ? 7:20. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. ഇനി ബാക്കി ഇതിന് ശേഷം കാണാം. വീഡിയോ ആണ്. ഗിഫ്റ്റായിരുന്നു. ഇത് തരുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാം കഴിഞ്ഞു. എല്ലാ പരിപാടിയും കഴിഞ്ഞു. സദ്യ കഴിച്ചു, പിന്നെ അമ്പലത്തിൽ പോയി, പിന്നെ കേക്ക് കട്ട് ചെയ്തു, ഗിഫ്റ്റൊക്കെ അൺബോക്സിങ് ചെയ്തു. എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ ഇന്നത്തെ. പിന്നെന്താ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും എഡിറ്റിങ്ങിൻ്റെയോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി വീഡിയോസ് എടുക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും. അത് കാരണം തന്നെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അങ്ങനത്തെ ചിലപ്പോൾ വല്ല മിസ്റ്റേക്സ് ഉണ്ടാവാം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം അതൊക്കെ ക്ലിയർ ആക്കാം. അപ്പോൾ പിന്നെന്താ, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.